എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് മാർവൽസ് അയൺ ഫിസ്റ്റ് എന്ന 2016-17 ഇറങ്ങിയ ഒരു TV സീരീസാണ്. ഇത് നമ്മൾ മുൻപ് റിവ്യൂ ചെയ്തിട്ടുള്ള ഡെയർ ഡെവിൾ, ജെസിക്ക ജോൺസ്, ലൂക്ക് കേജ് എന്ന സീരീസുകളുടെ അടുത്ത ഭാഗമായിട്ട് ഇറങ്ങിയ ഒരു സീരീസാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സീസൺ ആയിരിക്കും ഇന്ന് റിവ്യൂ ചെയ്യുന്നത്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ക്രിയേറ്റഡ് ബൈ സ്കോട്ട് ബക്ക് ആണ്. ഇതിനകത്ത് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് ഫിൻ ജോൺസ്, ജെസിക്ക ഹെൻവിക്, ടോം പെൽഫ്രി, ജെസിക്ക സ്ട്രൂപ്പ്, പിന്നെ ഡേവിഡ് വെൻഹാം. ഇത് അത്ര പ്രശസ്തമായ പേരുകളൊന്നും അല്ലായിരുന്നു അന്നത്തെ കാലത്ത്. ഇതിനകത്ത് ആകപ്പാടെ പ്രശസ്തനായിട്ടുള്ളത് ഡേവിഡ് വെൻഹാം ആണ്. അദ്ദേഹത്തെ ഈ സിനിമ ഒത്തിരി ഇഷ്ടമുള്ള സിനിമാ പ്രേമികളുടെ ഇടയിൽ ഫെറമിർ, ലോർഡ് ഓഫ് ദി റിങ്സിലെ ഫെറമിർ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ പോർട്രേ ചെയ്ത ആക്ടറാണ്. സത്യം പറഞ്ഞാൽ അദ്ദേഹം ഉണ്ട് എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അദ്ദേഹം ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആ ക്യാരക്ടർ എങ്ങനെ പോകും, ആ കഥ എങ്ങനെ പോകുന്നു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ അയൺ ഫിസ്റ്റ് എന്ന് പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് എനിക്ക് ഈ സിനിമ അല്ല ഈ സീരീസ് കാണുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന ഒരു പ്രധാന ഐഡിയ എന്ന് വെച്ചാൽ അയൺ ഫിസ്റ്റിനെ പറ്റിയിട്ട് ചെറിയൊരു വേഗ് ഐഡിയ ഉണ്ടായിരുന്നു. മാർവലിൻ്റെ കോമിക്സ് ഒക്കെ പണ്ട് ഞാൻ വായിക്കുന്ന സമയത്ത് ഞാൻ പരിചിതനായതാണ് ഈ ഒരു കഥാപാത്രമായിട്ട്. അപ്പോൾ അയൺ ഫിസ്റ്റ് ഒരു മാർഷൽ ആർട്ടിസ്റ്റാണ്. ടിബറ്റ് റീജിയൻ ബേസ് ചെയ്തിട്ടുള്ളൊരു കഥാപാത്രമാണ്. അവിടുന്ന് US വരുന്ന ന്യൂയോർക്കിൽ പല അഡ്വഞ്ചേഴ്സിന് പോകുന്നൊരു കഥാപാത്രമായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടായിരുന്നു. പിന്നെ ഡെയർ ഡെവിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിൻ്റെ ഒരു മാർഷൽ ആർട്സും അതിൻ്റെ ഒരു ഏഷ്യൻ കണക്ഷൻ, ഏഷ്യയിലുള്ള ഒരു കഥ ബേസ് ചെയ്തിട്ടുള്ള കണക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഹാൻഡ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. അപ്പോൾ ഇതിനകത്തും ആ ഓർഗനൈസേഷനുണ്ട്. അതെനിക്കിഷ്ടമായിരുന്നു. പക്ഷേ നമ്മൾ ജെസിക്ക ജോൺസും ലൂക്ക് കേജും കണ്ടപ്പം ഇതിൻ്റെ നിലവാരം അത്ര കൺസിസ്റ്റൻ്റ് ആയിട്ടല്ല ഈ നെറ്റ്ഫ്ലിക്സിൻ്റെ മാർവൽ സീരീസ് പോകുന്നത് എന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ ഇത് ഇത്തിരി കോഷ്യസ് ആയിട്ടാണ് ഞാൻ വന്നത്. ഇതിൻ്റെ റിവ്യൂ ഒക്കെ വളരെ മോശമാണെന്ന് ഒത്തിരി കേട്ടിരുന്നു. സീരീസ് കണ്ടു. കൺസെപ്റ്റ് വളരെ നല്ലതാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇവർ ഉദ്ദേശിച്ചിരിക്കുന്ന ഐഡിയ, ഈ ഡെയർ ഡെവിളിൽ കാണിക്കുന്ന പല കാര്യങ്ങളും ഒരു ഡെയർ ഡെവിളിലെ വില്ലന്മാരുടെ ഒരു കഥ കണ്ടിന്യൂ ചെയ്യുന്നത് പോലെയാണ് ഈ സീരീസ്. അത് നല്ലോണം അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് പല കഥാപാത്രങ്ങളും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട 2 കഥാപാത്രങ്ങളാണ് ഈ ഞാൻ മുൻപേ പറഞ്ഞ ഡേവിഡ് വെൻഹാം എന്ന് പറഞ്ഞ നടൻ്റെ ഹാറോൾഡ് മീച്ചം എന്ന് പറയുന്ന കഥാപാത്രം. അദ്ദേഹം മരണത്തിന് ശേഷം, ക്യാൻസർ എന്ന് മരിച്ചതിന് ശേഷം തിരിച്ചു വരുന്നൊരു കഥാപാത്രമായിട്ടാണ്. അത് ഒരു ഉഗ്രൻ സ്റ്റോറി ലൈനാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനുണ്ട് വാർഡ് മീച്ചമായിട്ട് അഭിനയിക്കുന്ന ടോം പെൽഫ്രി. ഈ 2 കഥാപാത്രങ്ങളുടെ സ്റ്റോറി ലൈനും അവരുടെ സ്ട്രഗിളും കാണിക്കുന്നത് ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. 2 ആക്ടേഴ്സ് നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ട്. പെർട്ടിക്കുലർലി ടോം പെൽഫ്രി എന്ന് പറയുന്ന ആക്ടർ നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് സ്പോയിലേഴ്സിൽ വരുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാം. ഓവറോൾ ഈ സീരീസ് സ്റ്റോറി നല്ലതാണ്. സ്റ്റോറി എന്നല്ല, കൺസെപ്റ്റ് നല്ലതാണ്. സ്റ്റോറിയിൽ പല പാളിച്ചകളുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് ഓവർലുക്ക് ചെയ്യാമായിരുന്നു ഒരു പ്രശ്നം ഇവർ ഒഴിവാക്കിയിരുന്നെങ്കിൽ. അതിൻ്റെ ആ ഒരു ഒറ്റ പ്രശ്നം കാരണം ഈ ഷോ ലിറ്ററലി അൺസഹിക്കബിളായിട്ട് മാറിയതാണ്. ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനകത്തെ പ്രധാന വേഷത്തിലെത്തുന്ന നായക നടൻ ഫിൻ ജോൺസ് എന്ന് പറയുന്ന നടനാണ്. ആ നടനും അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യുന്ന ക്യാരക്ടർ, എൻ്റെ പൊന്നു, ഇത്രയും ബോറൊരു ക്യാരക്ടർ, ഇത്രയും നമുക്ക് അനോയിങ് ഒരു ക്യാരക്ടർ ഞാൻ വളരെ വളരെ കാലത്തിന് ശേഷമാണ് കാണുന്നത്. ഒട്ടും ആക്ട് ചെയ്യാൻ അറിയാത്ത ഒരാളാണ് ഫിൻ ജോൺസ് എന്ന് എനിക്ക് തോന്നി. ഞാൻ അദ്ദേഹത്തിൻ്റെ മറ്റ് വർക്ക്സ് ഒന്നും കണ്ടിട്ടില്ല. ഇതിലെന്തായാലും അദ്ദേഹം ഒട്ടും നല്ലതായിട്ടല്ല അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു മാർഷൽ ആർട്ട് ഹെവി ആയിട്ടുള്ള സീരീസാണ്. അപ്പം കായികപരമായിട്ടും മാർഷൽ ആർട്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാൾ വേണം. ഇദ്ദേഹത്തെ കൊണ്ട് അതൊന്നും പറ്റത്തില്ലെന്ന് മാർഷൽ ആർട്ടിനെ പറ്റി ഒരു കുന്തം അറിയാത്തവർ നോക്കിയാൽ പോലും മനസ്സിലാവും. അത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ച രീതിയിലാണ് ഇദ്ദേഹം മാർഷൽ ആർട്സ് ഒക്കെ ചെയ്യുന്നത്. ഇനി അത് പോട്ടെ, അത് ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ കാര്യമാണ്. ആൾ ഫിറ്റാണ്, പക്ഷേ മാർഷൽ ആർട്ടിസ്റ്റ് അല്ല എന്നുള്ളത് എവിഡൻ്റ് ആണ്. അത് അഗെയിൻ അത് ഫിസിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഇഫ് വി ആർ ഓവർ ലുക്കിംഗ് ദാറ്റ് ആൻഡ് ആക്ടിങ് മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ആക്ടിങ് എന്തൊരു ബോറാണ്. ഒരു 5 വയസ്സോ 7 വയസ്സോ മേ ബി ഒരു 12 വയസ്സുള്ള ഒരു കൊച്ചനൊക്കെ ആക്ട് ചെയ്യുന്ന രീതിയിൽ ഇദ്ദേഹം ആക്ട് ചെയ്യുന്നത് എന്തോ പറഞ്ഞാലും അങ്ങ് ദേഷ്യം, വാശി, ശാഠ്യം എന്നുവെച്ചാൽ അതെനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അവർ വെച്ചത്. കാരണം കഥാപാത്രം പയ്യനായിരുന്നപ്പോൾ തന്നെ ഒരു സ്ഥലത്ത് പെട്ടുപോവുകയും പിന്നെ പ്രായപൂർത്തിയായി കഴിഞ്ഞ് തിരിച്ചു വരികയും ചെയ്യുമ്പോൾ കുട്ടിയുടെ ഒരു ശാഠ്യമുണ്ട്. പക്ഷേ അതുകൊണ്ടാണ് വരുന്നത് എന്ന് ആക്ടിങ്ങിലൂടെ നമ്മളെ കൺവിൻസ് ചെയ്യിപ്പിക്കണം. ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് it seemed like he was acting like a 12-year-old, not like a person
ഹൂ നെവർ ഗോ ടു ബി ഓൾഡർ ദാൻ 12 years. ആ ഏജ് മെച്യൂരിറ്റി വരാത്ത ഒരാളെ കൂട്ടല്ല ആക്ട് ചെയ്തത്, 12 വയസ്സുള്ള ഒരു പയ്യനെ കൂട്ടാണ് ആക്ട് ചെയ്തത്. ആ ഒരു വ്യത്യാസം നല്ല പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഒട്ടും കൊള്ളത്തില്ലായിരുന്നു ആക്ടിങ്. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ട്രബിൾഡായിരുന്നു ഈ സീരീസ് കണ്ടിട്ട്. പല കാര്യങ്ങളും അൺകൺവിൻസിങ് ആണ്. സീരീസ് ഒട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല അൺലെസ് യു വോണ്ട് ടു വാച്ച് ഡിഫൻഡേഴ്സ് എന്ന് പറഞ്ഞ മാർവലിൻ്റെ 5ാമത്തെ സീരീസാണ്. ഈ ഡെയർഡെവിൾ, ജെസിക്ക ജോൺസ്, ലൂക്ക് കേജ്, അയൺ ഫിസ്റ്റ് കഴിഞ്ഞ് ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് വരുന്നൊരു സീരീസാണ് ഡിഫൻഡേഴ്സ്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് ഇത് കണ്ടെങ്കിലേ പറ്റുമെങ്കിലേ കഥ മനസ്സിലാവും. ഇനി കണ്ടില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറയാം, എങ്കിലും കുറേ കാര്യങ്ങൾ മിസ് ഔട്ട് ആവും. അപ്പോൾ ദാറ്റ് മീൻസ് ഞാൻ നോട്ട് അറ്റ് ഓൾ റെക്കമെൻഡഡ്. ഗതികേട് കൊണ്ട് കണ്ടതാണ്. ഇതിൻ്റെ സെക്കൻഡ് സീസൺ കാണുമെന്ന് പോലും എനിക്കറിയത്തില്ല. കാണണ്ട എന്നാണ് ആഗ്രഹം. പക്ഷേ ഞാനൊരു കംപ്ലീഷനിസ്റ്റ് ആയതുകൊണ്ടും ഈ സീരീസ് മൊത്തത്തിൽ എനിക്കൊന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യണം, നെറ്റ്ഫ്ലിക്സിൻ്റെ മാർവൽ സീരീസ് മൊത്തം കംപ്ലീറ്റ് ചെയ്യണമെന്ന് കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹം ആയതുകൊണ്ടും ചിലപ്പോൾ കണ്ടെന്ന് വരാം. അതല്ലാതെ ഞാൻ കാണാൻ സാധ്യതയില്ല, ഒട്ടും കൊള്ളില്ല. നോട്ട് റെക്കമെൻഡഡ്. നൗ കമ്മിങ് ടു ദ സ്പോയിലേഴ്സ്. ഇതിൻ്റെ സ്പോയിലേഴ്സ് പറയാൻ ആണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഇത്രയും ഈ ഹാൻഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ എന്ത് റെലവൻ്റ് ആയിരുന്നു ഡെയർഡെവിളിലെന്നും അവരെ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയൊക്കെ കാണിച്ചിട്ട് അവർ ആ തുടക്കമൊക്കെ കൊള്ളാം. അവസാനം ആകുമ്പോഴത്തേക്ക് എന്തോ ഒരു കൾട്ട്, അത്രേ ഉള്ളൂ. വലിയ പവർഫുൾ ഹാൻഡ് മറ്റേതാ മറിച്ചതാന്നൊക്കെ പറഞ്ഞാൽ ഒരു കൾട്ട്, അതിൽ കൂടുതലൊന്നും ഇല്ലാതാക്കി കളഞ്ഞു. അതുപോലെ മറ്റേ മാഡം ഒരു സ്ത്രീ ഉണ്ട്, ചൈനീസ് സ്ത്രീ, അവരുടെ പേര് പോലും എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല, മെയിൻ വില്ലത്തിയൊക്കെയാണ്, മാഡം വൂവോ വായോ എങ്ങാണ്ട്. അവർ ഒട്ടും ലൈക്ക് അവരെന്തുമാത്രം ഇമ്പാക്റ്റ്ഫുൾ ആയിരുന്നു ഡെയർഡെവിളിൽ. ഇതിനകത്തൊരുമാതിരി അവരെ ജസ്റ്റ് ഒരു കഴിവില്ലാത്തൊരു സ്ത്രീ ആയിട്ട് മാറ്റി. അവർ മെയിൻ മാസ്റ്റർ മൈൻഡഡ് വില്ലൻസിൽ ഒരാളായിരുന്നു ഡെയർഡെവിളിൻ്റെ സീസൺ 2. ഇതിനകത്ത് അവരെ ലിറ്ററലി സൈഡ് ലൈൻ ചെയ്ത് കളഞ്ഞു. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇതിനകത്ത് അവരെ റീപ്ലേസ് ചെയ്തുകൊണ്ടുവരുന്ന വേറൊരു വില്ലനുണ്ട്. ഈ ഒരു പാറ്റേൺ ഞാനിപ്പോൾ കാണുന്നുണ്ട്. ലൂക്ക് കേജിനകത്താണെങ്കിൽ ആദ്യമേ ഒരു വില്ലനുണ്ട്, 6 എപ്പിസോഡ് കഴിയുമ്പോൾ ആ വില്ലൻ മാറി വേറൊരു വില്ലൻ വരുന്നുണ്ട്. ഈ ഒരു പാറ്റേൺ ഞാൻ ഈ സീരീസിൽ കാണുന്നു, വിച്ച് ഇസ് നോട്ട് അറ്റ് ഓൾ എ ഗുഡ് തിങ്. ഇത് വലിച്ചു നീട്ടാൻ വേണ്ടി വലിച്ചു നീട്ടുകയാണ്. ഈ അയൺ ഫിസ്റ്റൊക്കെ എന്ന് പറഞ്ഞാൽ 8 എപ്പിസോഡ് തീർക്കേണ്ടതാണ്. അവരെന്തിനാണ് ഇത്രയും വലിച്ചു നീട്ടിയെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇതിനകത്ത് ആകപ്പാടെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ആക്ടർ എന്ന് പറഞ്ഞാൽ ജെസിക്ക ഹെൻവിക്കിൻ്റെ കൊളീൻ വിങ് എന്ന് പറഞ്ഞ കഥാപാത്രങ്ങളുള്ള. സ്പോയിലേഴ്സ് വേറെ പറയാനുള്ളത്, ഇതിനകത്ത് ഓരോ കഥാപാത്രവും ചാവും തിരിച്ചു വരും. ഒരു ഡെത്തിനൊരു റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിലാണ് ഈ സ്റ്റോറി എഴുതിയിരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓരോ കഥാപാത്രങ്ങളും ഉണ്ടാക്കുന്ന ഡിസിഷൻസ് ആർ ജസ്റ്റ് അട്ടർലി സ്റ്റുപ്പിഡ്. ലൈക്ക് ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ്. ഈ ഡീറ്റെയിൽസിലോട്ട് പോയി എനിക്ക് കൂടുതൽ സമയം കളയാൻ താല്പര്യമില്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ മെൻഷൻ ചെയ്യാം. ഇതിനകത്ത് വാർഡ് മീച്ചോവും ജോയ് മീച്ചോവും ബ്രദറും സിസ്റ്ററുമാണ്. അവരാണ് ആ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുന്നത്, റാൻഡ് എന്ന് പറയുന്ന കമ്പനി. അതിൻ്റെ ഉടമസ്ഥനായിട്ടാണ് ഈ ഡാനി റാൻഡ് വരുന്നത്. ഇയാൾ ഇവിടെ വന്നു കഴിയുമ്പം ഈ വാർഡ് മീച്ചോവും ജോയ് മീച്ചോവും ഇയാളെ ഹാൻഡിൽ ചെയ്യുന്ന രീതി ഇറ്റ്സ് സോ സ്റ്റുപ്പിഡ്. ജസ്റ്റ് ചെക്ക് ഇൻ ടു ഇറ്റ് എന്നുള്ളൊരു ഐഡിയ പോലും ഇല്ല. അതുപോലെ ഈ ഡാനി റാൻഡ് എന്ന് പറയുന്ന ആൾ ഒരു സെൻസിബിലിറ്റി ഇല്ലാതാണ് ഇവരെ അപ്രോച്ച് ചെയ്യുന്നത്. കാര്യം ലിറ്ററലി ഈ സീരീസ്, ഇതിപ്പോൾ ഞാൻ മാർവലിൻ്റെ പല സീരീസിലും കണ്ടാണ്, ഇരുന്ന് സംസാരിച്ച തീരാനുള്ള പ്രശ്നമേ ഉള്ളൂ ആൾക്കാർ തമ്മിൽ. ജസ്റ്റ് ഇരുന്ന് കാര്യം പറഞ്ഞാൽ മതി. പക്ഷേ ഇവർ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ദി പ്ലോട്ട് അവർ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ക്യാരക്ടേഴ്സ് തമ്മിലില്ല. അവരെന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതെന്നുള്ളത് നമുക്കൊരു റീസൺ കിട്ടുന്നില്ല. ഒട്ടും കൺവിൻസിങ് അല്ല ഈ സീരീസ് ഒന്നും. വളരെ മോശം റൈറ്റിംഗ് ആണ്. കൺസെപ്റ്റ് വളരെ നല്ലതാണ്, അത് ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല. ഒബ്വിയസ്ലി ഇറ്റ്സ് ഫ്രം എ വെരി സക്സസ്ഫുൾ എന്ന് ഞാൻ പറയില്ല, പക്ഷേ ഡീസെൻ്റ്ലി സക്സസ്ഫുൾ കോമിക് സീരീസ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമുണ്ട്. പക്ഷെ അത് ഒഴിച്ചാൽ പത്തറ്റിക് സീരീസ്, നോട്ട് അറ്റ് ഓൾ റെക്കമെൻഡഡ്. വെറുതെ സമയം കളയരുത്. എന്തായാലും റിവ്യൂ കേട്ട എല്ലാവർക്കും, റിവ്യൂവിനേക്കാളും കൂടുതൽ റാൻഡിങ് ആയിരുന്നു, ബട്ട് സ്റ്റിൽ റിവ്യൂ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.